ദൈവവിളിയുടെ പൊരുൾ അറിയാതെ പോയ വിമത വൈദികർ മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളെപ്പോലും കാറ്റിൽ പറത്തി സമരം ചെയ്യുന്ന ഈ വൈദികർ സഭയെ അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തവരല്ലേ? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ മാതാപിതാക്കൾക്ക് വർഗീസ് വള്ളിക്കാട്ടച്ചൻ നൽകിയ സന്ദേശവും അതുതന്നെയാണ്. വിത്തിന് വളവാകാനുള്ളവൻ വിളയുടെ അന്തകനായാൽ ആ അന്തക വിത്തുകളെ കളയോടൊപ്പം പിഴുത് കളയാതിരുന്നാൽ കർഷകന്റെ അധ്വാനം വൃഥാവിലാവുകയുള്ളൂ. കളയും വിളയും തിരിച്ചറിയാൻ കർഷകന് കഴിയാതെ വന്നാൽ അവന്റെ കഷ്ടപ്പാടുകൾ അന്യാധീനപ്പെട്ടു പോകത്തേയുള്ളൂ. ആത്യന്തികമായി വിളയെയും കളയെയും വിവേചിക്കുന്നത് ദൈവമാണ്. എന്നാൽ സത്യത്തെ വിവേചിക്കാൻ യേശുക്രിസ്തു തന്റെ പിൻഗാമികളും പിന്തുടർച്ചക്കാരുമായി തെരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്കും അവരുടെ പിൻഗാമികൾക്കും താൻ അവരെ ഭരമേൽപ്പിച്ച വിഷയങ്ങളിൽ അധികാരം നൽകുകയും അവർക്ക് സഹായകനായി തന്റെ ചൈതന്യവും ആത്മാവുമായ പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്തു എന്ന വിശ്വാസ ബോധ്യത്തിലും അനുഭവത്തിലുമാണ് കത്തോലിക്ക സഭ 2000 വർഷമായി മാനുഷികമായ എല്ലാത്തരം പരിമിതികളും ഉണ്ടായിട്ടും നിലനിന്ന് പോന്നിട്ടുള്ളത്. അതിനെതിരെ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല എന്ന ക്രിസ്തുവിന്റെ വാഗ്ദാനമാണ് സഭയെ ഇന്നും എന്നും നയിക്കുന്നത്. സഭയുടെ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ സഭയിൽ ഭിന്നിപ്പും വേദവിപരീതങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളതും ജനങ്ങളെ വഴിതെറ്റിച്ചിട്ടുള്ളതും സഭയിലെ തന്നെ പ്രഗത്ഭർ എന്ന് കരുതപ്പെടുന്നവരും രാഷ്ട്രീയവും താത്വികവുമായി സ്വാധീനം തെളിയിച്ചവരുമായിരുന്നു. ചരിത്രത്തിൽ അവരെയൊക്കെ ഇന്ന് പഠിക്കുന്നതും അനുസ്മരിക്കുന്നതും കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ മാഞ്ഞുപോയവരും സത്യത്തിനെതിരെ നിലകൊണ്ടവരും എന്ന നിലയിൽ വിസ്മൃതിയിൽ ആണ്ടവർ എന്ന നിലയിലാണ്. അതിനു കാരണം അവർ സത്യത്തേക്കാൾ തങ്ങളുടെ തൻപോരായ്മയിൽ അഭിരമിച്ചവരായിരുന്നു എന്ന വസ്തുതയാണ്. അവർ പ്രഗത്ഭരായിരുന്നു എന്നതുകൊണ്ട് അവരുടെ മാതാപിതാക്കൾക്ക് പോലും അവരെ തിരുത്താൻ കഴിയാതെ പോയി. ഏറ്റവും സങ്കടകരമായ വസ്തുതയും അതുതന്നെയായിരുന്നു. അവർക്ക് വേണ്ടി കരയാൻ അഗസ്റ്റിന് മോനിക്ക എന്ന പോലെ അവരുടെ അമ്മമാർക്ക് പോലും കഴിയാതെ പോയി. അവർ പരാജയപ്പെട്ടതും അവിടെയായിരുന്നു. അവർക്ക് സ്തുതിപാഠകരില്ലാതെ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ ആരുമില്ലാതായിപ്പോയി. എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ എന്ന് ജെറുസലേം പുത്രിമാരോട് പറഞ്ഞവൻ ഇന്ന് കേരള സഭയിലെ ഒരു പറ്റം വൈദികരെ നോക്കി നിങ്ങളെയും നിങ്ങളുടെ വൈദികരായ മക്കളെയും ഓർത്ത് കരയുവിനെന്ന് പറയേണ്ട സങ്കടകരമായ അവസ്ഥ ഉണ്ടായിരിക്കുന്നു. അവരെ ഓർത്ത് കരയുവാനല്ലാതെ ഒന്നിനും കഴിയാത്ത അവസ്ഥയിൽ അവരും അവരെ സ്നേഹിക്കുന്നവരും പെട്ടുപോയിരിക്കുന്നു.